പണ്ട് സ്കൂളിലെ പഠിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മയായിരുന്നു എന്നെ പഠിപ്പിക്കാറ്. അമ്മയുടെ സ്ഥിരം പരിപാടിയായിരുന്നു ഈ ഡിക്റ്റേഷൻ എടുക്കൽ, അതായത് നമ്മുടെ കേട്ടെഴുത്ത്. അങ്ങനെ എടുക്കുമ്പോൾ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അമ്മ എന്തായാലും ഇമ്പോസിഷൻ തരും. ആ ഇമ്പോസിഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു ഇടവായിരുന്നു, ഒരക്ഷരമല്ലേ തെറ്റിയുള്ളൂ, അതിനാണോ അമ്മ ഇങ്ങനെ ഇമ്പോസിഷൻ തരുന്നതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞങ്ങ് അലമ്പാക്കും. അപ്പം അമ്മ പറയും, ഒരക്ഷരം തെറ്റിയാലും തെറ്റ് തെറ്റ് തന്നെയാണ്, ആ ഒരു അക്ഷരം മാറിക്കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് മാറുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിപ്പിച്ചിട്ടേ വിടാറുണ്ടായിരുന്നുള്ളൂ. പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമാണ് എങ്കിലും അതിലെന്തുമാത്രം പാഠം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അന്ന് ആ കൊച്ചുകുട്ടിയുടെ കരച്ചിൽ കേട്ട് അതൊരു ചെറിയ തെറ്റല്ലേന്ന് കരുതി തിരുത്താതെ വെച്ചിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ വിചാരിച്ചേനെ ചില തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് പറ്റിയാലും നമുക്ക് ന്യായീകരിച്ച് അതിനെ ശരിയാക്കാമെന്ന്. പക്ഷേ അമ്മ അത് ചെയ്യാത്തതുകൊണ്ട് തന്നെ തെറ്റുകളൊക്കെ സ്വാഭാവികമാണ് എന്നുള്ളതും ആ തെറ്റുകളെ ആക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തി മുന്നോട്ടേക്ക് പോവാണ് വേണ്ടതെന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മളത് ഇനിയും ആവർത്തിക്കും എന്നുള്ളതാണ്. ആക്സെപ്റ്റിംഗ് യുവർ മിസ്റ്റേക്സ് ഡസൻറ്റ് മേക്ക് യു വീക്ക്, ഇറ്റ് മേക്സ് യു വൈസ്.